ഇതൊരു നല്ല ഭംഗിയുള്ളൊരു നായ്ക്കുട്ടിയാണ് കേട്ടോ. പക്ഷെ ഇതിന് ആരെങ്കിലും കയ്യിലെടുത്താലുണ്ടല്ലോ പേടിച്ചുകൊണ്ട് ആകെ അവരുടെ ദേഹത്ത് മൂത്രം ഒഴിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ നായ്ക്കുട്ടിനെ ആരും തന്നെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോകാറില്ല. അങ്ങനെ അവന്റെ ഫാമിലിയിലെ ബ്രദറിനെയും സിസ്റ്ററിനെയും ഒക്കെ എല്ലാവരും വാങ്ങിക്കൊണ്ടുപോയി. അവസാനം ഷോപ്പിൽ ഇവന് ഒറ്റക്കായി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു ഫാമിലി വന്നിട്ട് നായ്ക്കുട്ടിയെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് വരുവാണ് കേട്ടോ. അന്നേരം കടയിലെ എംപ്ലോയി വന്നിട്ട് ഞാൻ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് അവനെ എടുത്തതും നമ്മുടെ നായ്ക്കുട്ടി ആകെ പേടിച്ചിട്ട് അയാളുടെ ദേഹത്തും സൂപ്പറായിട്ടാണ്ട് യൂറിൻ പാസ് ചെയ്തു. ഇത് കണ്ട് ആ ഫാമിലിയും പപ്പിയെ വാങ്ങാതെ അവിടെ നിന്നും പോയി. അതിനാൽ ഭയങ്കര ദേഷ്യം വന്ന ഈ എംപ്ലോയി പപ്പിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. അതിനിടയിൽ പപ്പി പേടിച്ചിട്ട് ജമ്പ് ചെയ്ത് എംപ്ലോയിനെ താഴെ തള്ളിയിട്ടിട്ട് ആ ഷോപ്പിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക് വന്നു. പുറത്തെത്തിയ പപ്പി ഓടി ഓടി ഒരു ബ്രിസ്ലിംഗ് നടക്കുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ എത്തിയത്. അപ്പോൾ റിങ്ങിനുള്ളിലുണ്ടായിരുന്ന റോസ്ലർ ആ പപ്പിയെ തൂക്കി കയ്യിലെടുത്തതും ആകെ ഭയന്ന നമ്മുടെ പപ്പി ഇപ്പോഴത്തെയും പോലെ തന്നെ അയാളുടെ മുഖത്ത് പേടിച്ചിട്ട് മൂത്രമൊഴിച്ചു. അതിനുശേഷം അയാളുടെ കണ്ണിന് നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ട ഓഡിയൻസ് എല്ലാം പൊട്ടിച്ചിരിച്ച് ക്ലാപ്പടിക്കാൻ തുടങ്ങി. അതിനാൽ ദേഷ്യം വന്ന റെസ്ലർ ആ പപ്പിയെ എടുത്തിട്ട് അടിക്കാനായിട്ട് വേഗത്തിൽ ഓടി വന്നതും അന്നേരം താഴെ ഉണ്ടായിരുന്ന വാഴപ്പഴത്തിന്റെ തൊലിയിൽ ചവിട്ടിയിട്ട് ടപ്പെന്ന് അയാൾ താഴെ വീണു. അതിനുശേഷം നായ്ക്കുട്ടി വീണ്ടും ജമ്പ് ചെയ്ത് അവന്റെ മുതുകിൽ കയറിയിട്ട് കഴുത്തിനെ ടൈറ്റായിട്ട് പിടിച്ചു വെച്ചു. അതിനിടയിൽ റെസ്ലർക്കൊന്നും ചെയ്യാൻ തന്നെ കഴിയാതെയായി. അയാളവിടെ മയങ്ങി വീയാണ്. അതിനുശേഷം റെഫറി വന്നിട്ട് 1 2 3 എന്ന് കൗണ്ട് ചെയ്ത് അവസാനം നമ്മുടെ പപ്പിയെ വിന്നറായി പ്രഖ്യാപിക്കുന്നു. ആ സന്തോഷത്തിൽ എല്ലാ ഓഡിയൻസും സന്തോഷത്തോടെ തുള്ളിച്ചാടാൻ തുടങ്ങി.